ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 2 മാസോ ഇവിടെയോ? രോഹിത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടത്തണം, അത് നിന്റെ മിടുക്ക്. അതിനെ കൂടുതൽ ആലോചിച്ച് നീ തലവെക്കേണ്ട കാര്യമൊന്നുമില്ല. സ്നേഹം കൊണ്ട് സത്യമേ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ചതിക്കില്ലേ, പ്ലീസ് പ്ലീസ്. കമലേട്ടന് മനസ്സിലുള്ളത് ഇവരും കൂടി അറിയട്ടെന്നേ. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തെന്ന് ഇവര് പറയില്ലല്ലോ. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സുന്ദരി പെണ്ണിന്. ആദ്യമൊക്കെ അങ്ങനെയല്ലേ വിളിക്കൂ. ബാക്കി വായിക്ക്. മുംതാസിനെ സ്നേഹിച്ച ഷാജഹാനെ പോലെ, ശകുന്തളയെ സ്നേഹിച്ച ദുഷ്യന്തനെ പോലെ. അല്ല, ഈ പാർട്ടിയല്ലേ ശകുന്തളയെ പിന്നീട് ഉപേക്ഷിച്ചിട്ട് പോയത്? അവര് ഡിവോഴ്സ് ആയതാ. ഞാനത് ഓർത്തില്ല. അയ്യോ, ഫോൺ. ഞാൻ ഇപ്പോഴാ ഓർത്തത്. എനിക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലോട്ടുണ്ട്. ഹലോ, ഞാൻ എന്താ വന്നു. ദേ വന്നു. എന്നാ ഞാൻ പോട്ടെ. അങ്ങനങ്ങ് പോയാലോ? നിക്ക്, ഇനീതി പറഞ്ഞിരിക്കുന്നതൊക്കെ വലിയ വീടും കാറും ഒക്കെ വാങ്ങിക്കുമെന്നാ. ഇതൊക്കെ ഉള്ളതാണോ അതോ നേരം പോക്കിന് എഴുതിയാണോ? വീണ്ടും വിളിക്കുന്നു. അത് ഈ 3ാമത്തെ അറ്റാക്ക് വരെ സാധ്യതയുള്ള ആളാ. അതാ ഈ വിളിച്ചോണ്ടിരിക്കുന്നേ. എന്നാ ഞാൻ പോട്ടെ. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മളൊക്കെ എന്ത് ചെയ്യാന്? എന്നാലിത് വേണ്ടായിരുന്നു. മുംതാസിനെ സ്നേഹിച്ച ഷാജഹാനെ പോലെ, ശകുന്തളയെ സ്നേഹിച്ച ദുഷ്യന്തനെ പോലെ നമ്മൾ സ്നേഹിക്കും. ഒരു വലിയ വീട്, കാറ്, അങ്ങനെ വലിയ രീതിയിൽ നമ്മൾ ജീവിക്കും. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടിയുള്ളതാ. പിന്നെ നമ്മുടെ മക്കൾ, അവർക്ക് വേണ്ടിയാ എൻ്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ. എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോരെ, ശരിയാക്കി കൊടുക്കാം. എടാ, നീ ഈ കാര്യം അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വരേണ്ടതെല്ലാം വഴി തങ്ങാൻ അങ്ങോട്ട് വന്നല്ലോ. കേട്ടടാ, കള്ള കാമുക. കഷ്ടം. ഇതെന്താണ് നീ ഇങ്ങനെ വലിച്ചെറിയുന്നേ? ഇത് പപ്പയുടെ പ്ലെയിൻ അല്ലേ? ഉപയോഗശൂന്യമായതൊക്കെ ഞങ്ങൾ സാധാരണ വലിച്ചെറിയാറാ പതിവ്. ഇതിപ്പോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി മുന്നിലോട്ട് ഇട്ടു മാത്രം. ഉപയോഗശൂന്യമായതോ? ഇത് സത്യമോൾ ഓടിച്ചോണ്ട് നടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. സത്യമോളുടെ പ്ലെയിൻ ഓടും, പക്ഷേ നമ്മുടെ മോളുടെ പ്ലെയിൻ ഓടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? നമുക്ക് രണ്ടുപേർക്കേ കളക്ടറേറ്റിലല്ല ജോലി. നിങ്ങളെ പോലെ ഗെയിമും കളിച്ചോണ്ടല്ല വിഷ്ണുവേട്ടൻ ഇരിക്കുന്നേ. പിന്നെ എന്നെ പോലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ല എന്റെ കുഞ്ഞേച്ചി. അവർക്കൊക്കെ അന്തസ്സും ആഭിജാത്യവും ഉണ്ട്. പിന്നെ നമുക്കതൊന്നും ഇല്ലല്ലോ. അല്ല, മോളുടെ കളിപ്പാട്ടത്തിന് എന്തു പറ്റിയെന്ന് പറയാനാണോ നീ ഇത്രയും കഥകൾ പറഞ്ഞത്? എന്റെ രോഹിത്തെ, നിങ്ങൾ ഇത്ര പഞ്ചപാവമാവല്ലേ. സത്യമ്മ വാങ്ങിക്കൊണ്ടുവന്നത് 2 പ്ലെയിനാ. അതില് സത്യക്ക് കൊടുത്ത പ്ലെയിൻ ഓടും. നമ്മുടെ മോൾക്ക് കൊടുത്ത പ്ലെയിൻ ഓടണമെങ്കിലേ അതിനൊപ്പം നമ്മളും ഓടണം. മനസ്സിലായില്ലേ? നമ്മുടെ മോൾക്ക് വാങ്ങിക്കൊടുത്തത് കേടായ ഒരു പൊട്ട പ്ലെയിനാണെന്ന്. എടി, അങ്ങനെയൊന്നും സത്യമ്മ ചെയ്യില്ല. കളിപ്പാട്ടമല്ലേ, കേടായി പോയതായിരിക്കും. ശരി, എന്നിട്ട് എന്തുകൊണ്ട് സത്യയുടെ പ്ലെയിൻ കേടായി പോയില്ല? എന്റെ രോഹിത്തെ,
ഈ വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത് ആരാ? നമ്മളാ. വല്ലവന്റെ കയ്യിലിരുന്ന മുതല് എന്തുമാത്രം അടിയും ഇടിയും കൊണ്ടാ നിങ്ങൾ നിങ്ങളുടെ പേരിലേക്ക് സ്വന്തമാക്കിയത്. എന്നിട്ട് അതൊരു മടിയും കൂടാതെ നിങ്ങൾ അച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. എന്തിനാ? സത്യാമ്മയ്ക്കും അച്ഛനും താമസിക്കാൻ. എന്നിട്ട് ഇവിടെ ഇപ്പൊ ആരാ താമസിക്കുന്നെ? രോഹിത് പറയാൻ. എടി, താമസിക്കുന്നത് നമ്മൾ എല്ലാവരും കൂടിയാ. എല്ലാരും കൂടി എന്ന് വെച്ചാ അതാരൊക്കെയാ പറയാൻ? ഹ, എന്റെ ശ്യാമ, നിനക്കിത് അറിയാവുന്ന കാര്യമല്ലേ? നിന്റെ കുഞ്ഞേച്ചിയും വിഷ്ണുപ്രയും പിന്നെ നമ്മളും. രോഹിത്, എന്റെ കുഞ്ഞേച്ചിക്കും വിഷ്ണുവേട്ടനും താമസിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത്? അല്ലല്ലോ. താമസിക്കുന്നതോ പോട്ടെ, അതിന്റെ വല്ല നന്ദി അവര് നമ്മളോട് കാണിക്കുന്നുണ്ടോ? ശ്യാമേ, നീ നിന്റെ കുഞ്ഞേച്ചിയെ കുറിച്ച് സംസാരിക്കുന്നത് ഓർമ്മ വേണം. രോഹിത്തെ, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ എല്ലാവരുടെ മുന്നിലും അപമാനിക്കപ്പെടുക. ഞാൻ മാത്രമല്ല, നമ്മുടെ മോളും. എനിക്ക് പറ്റണില്ല. എന്നെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നാണക്കേട് സഹിച്ച് കഴിയാൻ പറ്റണില്ല. രോഹിത്തെ, എന്തെങ്കിലും ഒരു വഴി അത് കണ്ടേ പറ്റൂ. ശ്യാമേ, നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി, നമ്മുടെ മോളെ എങ്ങനെ പഠിപ്പിക്കും? രോഹിത്, ഇവരാരും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? എനിക്കും എന്റെ കൊച്ചിനും ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമല്ലോ. അതിന് രോഹിത് എന്ത് വഴിയാ കണ്ടിരിക്കുന്നേ? ഒരു തർക്കത്തിൽ ഞാനിപ്പോ ഇല്ല. ഭാവിയിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. ദുബൈയിലേക്കൊരു വിസ. അത് 2 മാസത്തിനകം എനിക്ക് കിട്ടും. അതുവരെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. 2 മാസോ? ഇവിടെയോ? രോഹിത്, നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടത്തണം, അത് നിന്റെ മിടുക്ക്. അതിനെ കൂടുതൽ ആലോചിച്ച് നീ തലവെക്കേണ്ട കാര്യമൊന്നുമില്ല. സ്നേഹം കൊണ്ട് സത്യാമ്മയെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഞാൻ സത്യാമ്മ എന്തു പറഞ്ഞാലും ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന എന്താണെന്നറിയോ? ഒരുപാട് തെറ്റ് ഞാനും സത്യാമ്മയോട് ചെയ്തിട്ടുണ്ട്. സത്യാമ്മയോട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രായശ്ചിത്തമാ നമ്മുടെ ഈ എല്ലാം സഹിച്ചുള്ള 2 മാസ ജീവിതം. നീ അങ്ങനെ കരുതിയാ മതി. രോഹിത്, അവരുടെ ഒരു പ്ലെയിൻ